ഇപ്പം ഏറ്റവും കൂടുതൽ പിള്ളേർക്ക് പോകാൻ താല്പര്യമുള്ളത് പുറത്ത് പോകാനാണ്, പഠിക്കാനൊക്കെ അല്ല, ഇന്ത്യയിൽ നിൽക്കുന്നേക്കാളും. സോ അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ താല്പര്യമുള്ള ആരെങ്കിലും അറിയാൻ പറ്റില്ല, നിങ്ങൾ അങ്ങനത്തെ ഒരാളാണെങ്കിൽ പൊതുവേ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ചെയ്യേണ്ട കുറച്ച് എൻക്വയറീസ് ഉണ്ട്. അതെങ്ങനെ ഇംഗ്ലീഷ് ചെയ്യാന്നുള്ളത് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പഠിക്കാം. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, വിദേശത്തേക്ക് പോകാൻ IELTS നിർബന്ധമാണോ? ഈ ചില കൺട്രീസിൽ ആക്ച്വലി IELTS ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ചിലതിൽ ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പം അത് നിർബന്ധമാണോ അല്ലേന്ന് എങ്ങനെ നമ്മൾ ചോദിക്കുക. അഗൈൻ ഇതിൻ്റെ പ്രൊനൗൺസിയേഷനും കൂടി ശ്രദ്ധിക്കുക. IELTS ആണ്, IELTS എന്നല്ല പേര്. ഓക്കെ ഓക്കെ, സോ വിദേശത്തേക്ക് പോകാൻ IELTS നിർബന്ധമാണോ? Is IELTS mandatory for going abroad? നമുക്ക് പോകാനാണെങ്കിൽ കറക്റ്റ് ഗോയിങ് അബ്രോഡ് തന്നെയാണ്. പക്ഷെ നമ്മൾ വിദേശത്തേക്ക് താമസം മാറുകയാണെന്നുണ്ടെങ്കിൽ ഫോർ മൂവിങ് അബ്രോഡ് എന്നും ചോദിക്കാം. ഓക്കെ, പോകാൻ ഏറ്റവും നല്ല രാജ്യം ഏതാണ്? പോകാൻ ആസ് ഇൻ നമുക്ക് മാറി താമസിക്കാൻ. Which is the best country to move in? To move in. Okay, which is the best country to move in? Okay, അവിടെ ജീവിക്കാൻ ചെലവ് കൂടുതലാണോ? Living abroad അല്ല, അവിടെ there. Okay. അവിടുത്തെ ചെലവ് അധികമാണോ? Is the cost of living is expensive? പിന്നെ ഈസിൻ്റെ ആവശ്യമില്ല. ഈസ് ദ കോസ്റ്റ് ഓഫ് ലിവിങ് ഹൈ ദെയർ. ഓക്കെ, നെക്സ്റ്റ് വൺ, പാർട്ട് ടൈം ജോലി ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അവിടെ നമുക്ക് പാർട്ട് ടൈം ജോലി ചെയ്യാൻ പറ്റുമെന്ന് എങ്ങനെ ചോദിക്കാം? Can we do part time jobs there? Okay, സ്ഥിര താമസം ലഭിക്കാൻ എത്ര സമയമെടുക്കും? ഇതെല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമായിരിക്കും. കാരണം നമുക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ താമസിക്കാനുള്ള സ്ഥലം കിട്ടാനാണ് ഭയങ്കര ബുദ്ധിമുട്ട്. How long does it take to be a resident? അല്ല, അവിടുത്തെ സ്ഥിര താമസം to get permanent residency എന്ന് വേണം പറയാൻ. So residential അല്ല, how long does it take to get permanent residency? How long does it take to be a permanent resident? നമ്മൾ അങ്ങനെ ആവണമെങ്കിൽ to be a permanent resident. കിട്ടുന്നത് get permanent residency. ഓക്കെ, അടുത്തത്, അവിടെ ഇന്ത്യൻ സമൂഹം കൂടുതലുള്ള സ്ഥലങ്ങളുണ്ടോ? Is there any places where Indians are more? Are there places with a large Indian community there എന്ന് ചോദിക്കാം. ഓക്കെ, അവിടെ കാലാവസ്ഥയോട് അടുപ്പപ്പെടാൻ ബുദ്ധിമുട്ടാകുമോ? അല്ലെങ്കിൽ ആ ഒരു പുതിയ കാലാവസ്ഥയായിട്ട് നമുക്കൊന്ന് പൊരുത്തപ്പെടാൻ സമയം എടുക്കുമെന്ന് എങ്ങനെയാ ചോദിക്കാം? Does it take time to adjust with the climate? Yes, ബുദ്ധിമുട്ടാകുമെന്ന് ചോദിക്കണമെങ്കിൽ will it be difficult to adjust with the climate there? അവിടെ ശ്രദ്ധിക്കണം, ക്ലൈമറ്റും വെതറും. ക്ലൈമറ്റ് ഈസ് അവിടുത്തെ ലോങ് ടൈം ഉള്ള കണ്ടീഷൻ ആണ്. അറ്റ്മോസ്ഫിയറിക് കണ്ടീഷന് നമുക്ക് ക്ലൈമറ്റ് എന്ന് വിളിക്കാം. ചെറിയ ചെറിയ കണ്ടീഷൻസ് ആണ്, അതിനെ നമുക്ക് വെതർ എന്നും പറയാം. അപ്പോൾ ആ ഡിഫറൻസ് മനസ്സിലാക്കി യൂസ് ചെയ്യണേ. അടുത്തത്, അവിടെ സെറ്റിൽ ആകാൻ സാധാരണ എത്ര വർഷം എടുക്കും? അവിടെ ഒന്ന് സെറ്റിലായി ഒന്ന് സെറ്റ് ആവണമെങ്കിൽ how many years does it take to usually get settled? Yes, how many years does it usually take to settle there അല്ലെങ്കിൽ get settled? Both are right. Okay, so ഏറെക്കുറെ നമുക്കിപ്പോൾ ഒരു എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി ആയാലും അല്ലെങ്കിൽ ഓൾറെഡി അവിടെ ജീവിക്കുന്ന ഒരാളോടായാലും ചോദിക്കാൻ പറ്റുന്ന കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ഓൾറെഡി ചോദിച്ചിട്ടുണ്ട്. ഇതല്ലാണ്ട് വേറെ ഏതെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓൾറൈറ്റ്, അതേപോലെ ഇംഗ്ലീഷ് കഫേയുടെ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കോഴ്സ് എന്തും കമൻറ്റ് ചെയ്താൽ മതി. വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഇംഗ്ലീഷ് കഫേയിൽ ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാം. ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസുകൾ, ഓൺലൈൻ വീഡിയോ ക്ലാസുകൾ, 24 hours നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ഒരു പേഴ്സണൽ ട്രെയിനർ. കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കൂ.